അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്: ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവാറുണ്ട്. 1. ആസിമുൽ കൂഫി എന്നവരുടെ ഉസ്താദ് ആര്? അവിടെ നമ്മൾ അൽ ഖുറാഉൽ അശറത്തു എന്നുള്ള പാഠത്തിൽ ഓരോരുത്തരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ആസിമുൽ കൂഫി എന്നവരുടെ ഉസ്താദ് ആരാണ്? അബു അബ്ദുറഹ്മാൻ സലമി എന്നവരാണ്. ആ ഭാഗത്ത് തന്നെ ശരിക്ക് ഒരു 2-3 ക്വസ്റ്റ്യനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഇനിയുമാണെങ്കിൽ ഹഫ്സുബിൻ സുലൈമാനുൽ കൂഫി എന്നവരുടെ ഉസ്താദ് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അവനെ ആസിമുൽ കൂഫി എന്നവരാണ്. ആസിമുൽ കൂഫി എന്നവരുടെ ഉസ്താദ് അബു അബ്ദുറഹ്മാൻ സലമി എന്നവരാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രസിദ്ധരായ ഖാരികൾ എത്ര? അറിയപ്പെട്ട ഖാരികൾ എത്രയാണ്? 10 പേരാണ്. അതുകൊണ്ടാണ് പാഠത്തിന് അൽ ഖുറാഉൽ അശറത്തു എന്നുള്ള പേര് കിട്ടിയത്. പ്രസിദ്ധരായ 10 ഖാരികൾ. ഇനി 3. മുസ്ഹഫ് ഉസ്മാനി നിലവിൽ വന്ന സമയം ജീവിച്ചിരുന്ന സ്വഹാബികളുടെ എണ്ണം. അന്ന് എത്ര സ്വഹാബികളുണ്ടായിരുന്നു? 12,000 പേരുണ്ടായിരുന്നു. 12,000 കേട്ടോ. ചോദ്യം 4. മക്കക്കാരനായ ഖാരിൻ്റെ പേര്. മക്കക്കാരായ എത്ര പേരുണ്ട് അതിൽ? ആ 10 ഖാരികളിൽ മക്കക്കാരെത്ര പേരുണ്ട് നോക്കിയാൽ മതി. മക്കക്കാരനായത് അബ്ദുല്ലാഹ് ഇബ്നു കസീറിൽ മക്കി, ഒരാൾ മാത്രമാണുള്ളത്. ഇനി ചോദ്യം 5. ഓരോ മുസ്ഹഫിൻ്റെ കൂടെയും ആരെ അയച്ചു? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസ്ഹഫ് ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. അത് പിന്നീട് കോപ്പികളാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫുകൾ പല പട്ടണങ്ങളിലേക്ക് വിതരണം ചെയ്തു. ആ പട്ടണങ്ങൾക്ക് വിതരണം ചെയ്തതോടുകൂടെ ഖുർആനായി നന്നായി അറിയുന്ന ഓരോ ഖാരിഇനെയും ഉസ്മാൻ റളിയല്ലാഹു അയച്ചിരുന്നു. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ അതിലെ ഖിറാഅത്ത് നന്നായി അറിയുന്ന ഓരോ ഇമാമുകളെയും അയച്ചിരുന്നു. ഇനി ചോദ്യം 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു ആരെ? ഇത് അഖ്ലാഖിലെ ചോദ്യമാണ് കേട്ടോ. അതിൻ്റെ ഉത്തരം: സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ഇനി ചോദ്യം 7. ഖുർആൻ അവതരിച്ചു എത്ര വർഷം കൊണ്ട്? എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ് അവതരിച്ചത്. ചിലപ്പോൾ ചോദ്യം വേറെ രീതിയിൽ വരാം. എങ്ങനെയാണ് ഖുർആൻ അവതരിച്ചത്? അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഒന്നാകെ ഇറങ്ങിയതല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിച്ചത്. ഇനി അടുത്ത പ്രവർത്തനമാണ് ചേർത്തെഴുതാം. 1. ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയതാരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത്, ഒരുമിച്ച് കൂട്ടിയത്. 2. അള്ളാഹുവിൽ വിശ്വസിക്കൽ അതെന്താണ്? അത് ഖൽബിൻ്റെ ശുക്രിൽപ്പെട്ടതാണ്. ഒന്നാമത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അത് ഖൽബിൻ്റെ ശുക്രിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത്. 3. അള്ളാഹുവിന് സ്തുതി പറയുക. ആ പറയുക എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത് നാവിൻ്റെ ശുക്രിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് സ്തുതി പറയുക. 4. ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അത് ഇടതുഭാഗത്ത് കാണാം. ഏതാണ്? നമ്മെ മുസ്ലിമാക്കിയത്. 5. ബസറക്കാരനായ ഖാരി ഇടതുഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കാം.
അവിടെ പേരിൻ്റെ കൂടെ ലാസ്റ്റ് ഭാഗം കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ നാട് കേട്ടോ. ഇവിടെ അടുത്ത ഭാഗത്ത് കാണുന്നത് അബു അംബിർ റളിയല്ലാഹു അൻഹു, അബു അംബിറിനിൽ ബസരി എന്നാണ്. ഇനി അടുത്തത് ഖുർആൻ പകർത്തി എഴുതി. ഖുർആൻ പകർത്തി എഴുതിയതാരാണ്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. 8 പുരുഷന് ഹറാമാണ്. പുരുഷന് ഹറാമായ ഒരു കാര്യം ഇടത് ഭാഗത്തുണ്ട്, അത് എടുത്ത് എഴുതുക. ഒന്ന് എന്താണ്? പട്ട് ധരിക്കുക. പട്ട് ധരിക്കൽ പുരുഷന് ഹറാമാണ്. 9 അവർ മുഖേന നമുക്ക് ഖുർആൻ ലഭിച്ചു. ആര് മുഖേനയാണ് നമുക്ക് ലഭിച്ചത്? ഇടത് ഭാഗത്ത് കാണാം. രണ്ടാമതായിട്ട് ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. ഇനി അവസാനത്തത് 10ാമത്തത് ഖുർആൻ എഴുതുന്നതിന് നേതൃത്വം നൽകി. ആകിനി ഒറ്റം തന്നെ ഉള്ളൂ, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഖുർആൻ എഴുതുന്നതിന് നേതൃത്വം നൽകിയത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. വ്യക്തമാക്കാം. ശുക്ർ എന്നാൽ എന്ത്? ശുക്ർ എന്നാൽ എന്താണ്? ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക, അതാണ് ശുക്ർ. ചോദ്യം 2 അവയവങ്ങളുടെ ശുക്ർ. ഈ ചോദ്യത്തിലുള്ളതുപോലെ അവയവങ്ങളുടെ ശുക്റും അതുപോലെ തന്നെ നാവിൻ്റെ ശുക്റും അതുപോലെ തന്നെ കൽബിൻ്റെ ശുക്റും, ഈ 3 തരത്തിലുള്ള ശുക്റുകളും പഠിച്ചു വെക്കണം. അവയവങ്ങളുടെ ശുക്ർ എങ്ങനെയാണ്? അത് നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തുക, അതുപോലെ കുറ്റകൃത്യങ്ങളിൽ നിന്നും അവയെ തടയുക. അങ്ങനെയാണ്, ആ രൂപത്തിലാണ് ശുക്ർ ചെയ്യേണ്ടത് അള്ളാഹുവിനോട്. 3 എന്തുകൊണ്ടെല്ലാം ശുക്ർ ചെയ്യാം? നമുക്ക് എങ്ങനെയൊക്കെ ശുക്ർ ചെയ്യാം? മനസ്സുകൊണ്ട് ചെയ്യാം. ഉത്തരാണ് കേട്ടോ. മനസ്സുകൊണ്ട് ചെയ്യാം, വാക്കുകൊണ്ട്, അതുപോലെ കർമ്മം കൊണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ശുക്ർ ചെയ്യാം. 4 നമുക്ക് ഖിറാഅത്ത് ലഭിച്ച രൂപം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുറച്ച് വിശദീകരിച്ച് എഴുതേണ്ടതാണ് ഈ പറഞ്ഞത്. അപ്പോൾ എഴുതുമ്പോൾ നമ്മുടെ 11ാമത്തെ പാഠത്തിൽ അൽ ഖുറാഉൽ അശറത്തു എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ അതിനെ നന്നായി അറിയുന്ന അബു അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചിരുന്നു. അവർ ആസിമുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. അവർ ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. അവർ മുഖേനയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ രൂപം അവിടുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ എഴുതണം കേട്ടോ. ചോദ്യം 5 ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ കോപ്പികൾ എന്ത് ചെയ്തു? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, കാരണം അതിൽ അയച്ചു കൊടുത്ത നാടുകൾ പറയാറുണ്ട്, അതൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ആ നാടുകൾ പഠിക്കണം. അതിൽ 2 കോപ്പി എന്ത് ചെയ്തു? അത് വിശദീകരിച്ച് എഴുതലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എഴുതുമ്പോൾ 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ചു. കൂഫ, ബസറ, ഷാം, മക്ക തുടങ്ങി മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പികൾ അയച്ചു കൊടുത്തു. ഒരു കോപ്പി മദീനയിൽ വെക്കുകയും 1 അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു. ചോദ്യം 6 ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് നോക്കുകയില്ല ആരിലേക്ക്? അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ആണെങ്കിൽ അറബിയിൽ എഴുതലാണ് കുറച്ചും കൂടെ കൂടുതൽ നല്ലത്. അത് നമ്മുടെ 8ാമത്തെ പാഠം, അഖ്ലാഖിലെ 8ാമത്തെ പാഠം സത്യവിശ്വാസിയുടെ വേഷവിധാനം എന്നുള്ള പാഠത്തിൽ ഒരു അറബി കാണാം. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്തറൻ. അത് എഴുതലാണ് കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ അർത്ഥം എഴുതാം, അഹങ്കാരത്തോടെ വസ്ത്രം എരിയാണിക്ക് താഴെ വലിച്ചുഴക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. അങ്ങനെ എഴുതാട്ടോ.
ഇനി അടുത്തത് 3 വീതം എഴുതാം. ഒന്നാമത്തത് പ്രസിദ്ധരായ കാരികൾ. ആ കാരികളുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുക. അത് മുഴുവനായിട്ട് പഠിച്ചു വെക്കലാണ് നല്ലത്. ചിലപ്പോൾ പൂരിപ്പിക്കാനും വരാം. 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ കാരീനെ തരൂല, അപ്പോൾ നിങ്ങൾ പൂരിപ്പിക്കേണ്ടി വരും. 1 നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്ൻ കസീറുൽ മക്കി റളിയല്ലാഹു അൻഹു. 3 അബു അംറിൽ ബസരി റളിയല്ലാഹു അൻഹു. 2ാമത്തെ ചോദ്യം സ്ത്രീയുടെ വേഷത്തിൽ നിഷിദ്ധമായത്. സ്ത്രീകളുടെ വേഷത്തിൽ നിഷിദ്ധമായത് എന്താണ്? 1 പുരുഷവേഷം ധരിക്കൽ സ്ത്രീക്ക് നിഷിദ്ധമാണ്. പിന്നെ അതുപോലെ സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന വസ്ത്രങ്ങളും എടുക്കാൻ പാടില്ല. ഇനി 3ാമത്തെ ചോദ്യം പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. ധരിച്ചാൽ കൂലി കിട്ടുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? 1 വെള്ള വസ്ത്രം, 2 തലപ്പാവ്, 3 ഖമീസ്. ഇതൊക്കെയാണ് സുന്നത്തായ വസ്ത്രങ്ങൾ. ഇനി ഹറാമായ വസ്ത്രം ചോദിച്ചാൽ പട്ട് ധരിക്കൽ ഹറാമാണ്. സ്വർണം ധരിക്കൽ ഹറാമാണ്. ഈ പാഠത്തിന് പൂരിപ്പിക്കൽ കൂടുതലായിട്ട് വരാറുണ്ട് കേട്ടോ. 4 ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ കോപ്പികൾ അയച്ച പട്ടണങ്ങൾ. മുമ്പ് പറഞ്ഞ ആ പട്ടണങ്ങൾ കൂഫ, ബസറ, ഷാം, മക്ക. ഇതൊക്കെയാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. 1 ഖുർആൻ പഠിച്ചത് ഡാഷ് തെറ്റാണ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഖുർആൻ പഠിച്ചത് മറന്നു പോവൽ വലിയ തെറ്റാണ്. അത് നമുക്ക് ജംഉൽ ഖുർആൻ എന്നുള്ള പാഠത്തിൻ്റെ അവസാനത്തെ 2ാമത്തെ പാരഗ്രാഫിൽ കാണാം കേട്ടോ. ഇനി 2 കലാമുൻ ഖദീമുൻ ഡാഷ് വനിയത്തിൻ. കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തിൻ. 3 ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് ലിബസത ഡാഷ് തൽബസു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബസതൽ മർഅതി വൽ മർഅത തൽബസു ലിബസതർ റജുലി. ഇനി പൂരിപ്പിക്കാനുള്ളത് 4 ലാ യൻദുറുല്ലാഹു ഡാഷ് ബത്തറൻ. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്തറൻ. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അഹങ്കാരത്തോടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. അതിൻ്റെ അർത്ഥം ബുക്കിലുണ്ടാവില്ല, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കട്ടോ. ഇനി ക്രമത്തിലാക്കാൻ വഅത്ലിഖ് ബിഹി സ്വദിരി നവ്വിർ ബസരി വശറഹ് ബിഹി ബികിതാബിക ലിസാനി അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ബസരി വഅത്ലിഖ് ബിഹി ലിസാനി വശറഹ് ബിഹി സ്വദിരി. 2ാമത്തത് ഹുറൂഫിഹി വനവ്വിർ ബിഹി വസംഇ ഫയാ റബ്ബി ഫമുഖിലത്തി മത്തിഇനി ഖൽബി ബിസിരി. അത് ശരിയായി കൊടുക്കുക. ഫയാ റബ്ബി മത്തിഇനി ബിസിരി ഹുറൂഫിഹി വനവ്വിർ ബിഹി ഖൽബി വസംഇ വമുഖിലത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ചോദ്യങ്ങൾ. ഇതുപോലുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് മദ്രസ ഗൈഡ് മലയാളം എന്നടിച്ചു കൊടുത്താൽ അതിൽ ഫസ്റ്റ് വരുന്ന ചാനലുണ്ട്. അതിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുപരീക്ഷയുടെ 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയുടെ എല്ലാ മോഡൽ പേപ്പറുകളും അതിലുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയാൽ പെട്ടെന്ന് പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.